എൻ്റെ ഒരു വേർഷൻ ഡ്രാഗൺ ചിക്കൻ അപരനെ നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ബോണുള്ളതോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര് എന്നിവ ചേർത്ത് നല്ലോണം തിരുമ്മി പിടിപ്പിച്ച് എണ്ണയിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നീളത്തിൽ അരിഞ്ഞു വെക്കുക. എന്നിട്ടൊരു പാൻ എടുക്കുക, എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് സവാള ചേർക്കുക. സവാള ഒന്ന് സോട്ടായി വരുമ്പോൾ കാഷ്യൂസ് ഇടുക. കാഷ്യൂസ് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും തക്കാളി ഇടുക. തക്കാളിയും ഉള്ളിയും കൂടെ ഒന്ന് സോട്ടായി ചേർന്ന് വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് പാകത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക. ഈ സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസിന് വേണ്ടി ഒരു ബൗളിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി പിടിപ്പിച്ച് യോജിപ്പിച്ചെടുക്കണം. അവർ തമ്മിലൊന്ന് സ്നേഹിക്കട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് തേനും മല്ലിയിലയും കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഡ്രാഗൺ ചിക്കൻ അപരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാല, സൂപ്പറായിരുന്നു.